ഹായ്, ഹലോ, എൻ്റെ പേര് ഹാഷ്. വി ആർ ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഒരു കന്നഡ മൂവിയുടെ റൂമായിട്ടാണ്. മൂവിയുടെ പേരാണ് കിറിക് പാർട്ടി. 2016 ഡിസംബർ 30 റിലീസായ മൂവിയാണ്. ഈ മൂവി ഞാൻ 2017 ജനുവരി മാസമാണ് കാണുന്നത്, ഇതുപോലൊരു സമയത്ത്. എനിക്ക് ഈ മൂവി ഒരുപാട് ഇഷ്ടമായ മൂവിയാണ്. ഇതിൻ്റെ ഡയറക്ടർ ഋഷഭ് ഷെട്ടി, ഇതിൻ്റെ റൈറ്റേഴ്സ് രക്ഷിത് ഷെട്ടി ആൻഡ് ദ സൺസ് ഓട്സ്. രക്ഷിത് ഷെട്ടി ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന, അതുപോലെ രശ്മിക മന്ദാന ആൻഡ് സംയുക്ത അർജുൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഒരു രക്ഷത്തെ പെർഫോമൻസ് ആയിരുന്നു ഇവർ 3 പേരും. ഇതൊരു ക്യാമ്പസ് മൂവിയാണ്. പ്രണയം ഇഷ്ടപ്പെടുന്നവർക്ക്, അതുപോലെ കോമഡി, ഇമോഷണൽ, ആക്ഷൻ, ഡ്രാമ എല്ലാം ഉള്ള ഒരു കിഡ് മൂവിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായ മൂവിയാണ് ഇത്. ഏകദേശം ഇത് ആ കാലത്ത് 2016 4 കോടി ബഡ്ജറ്റിൽ റിലീസായി വന്ന് ഏകദേശം 50 കോടി അടുത്തോളം കളക്ട് ചെയ്ത മൂവിയാണ്. എനിക്ക് ഹാപ്പി ഡേയ്സ് പോലൊരു ഇഷ്ടപ്പെട്ടൊരു മൂവിയാണിത്. എൻ്റെ ഇമോഷൻസൊക്കെ രക്ഷയിലായിരുന്നു. സെക്കൻഡ് ഹാഫിലുള്ളൊക്കെ സീനൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ എൻ്റെ സ്റ്റോറിയിൽ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരാം. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് കരം ചൗളയാണ്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് സച്ചിൻ ബി രവി. ആൻഡ് മ്യൂസിക് ആൻഡ് സ്കോർ ചെയ്തിരിക്കുന്നത് ബി അജനീഷ് ലോക്നാഥ്. ഒരു രക്ഷയായിരുന്നു പുള്ളിയുടെ ബീജിയം ആൻഡ് മ്യൂസിക്കും. നല്ല സോങ്സും ആയിരുന്നു. അതുപോലെ ആക്ച്വലി നല്ല ബീജിയം ആയിരുന്നു. ആക്ച്വലി ഇമോഷണൽ സീൻസൊക്കെ കെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതിൽ ക്യാരക്ടർ വരുന്നത് രക്ഷിത് ഷെട്ടി ചെയ്ത ക്യാരക്ടറിൻ്റെ പേരാണ് കർണ. ആൻഡ് രശ്മിക മന്ദാന ചെയ്ത ക്യാരക്ടറിൻ്റെ പേര് സാൻവി ജോസഫ്. ആൻഡ് സംയുക്ത ചെയ്ത ക്യാരക്ടറിൻ്റെ പേര് ആര്യ. സംയുക്ത സെക്കൻഡ് ഹാഫിൽ സമയത്താണ് വരുന്നത്, സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. ഫസ്റ്റ് ഹാഫും രശ്മിക മന്ദാന ആൻഡ് രക്ഷിത് ഷെട്ടി നൈസ് പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി രശ്മിയുടെ ക്യാരക്ടർ, എനിക്ക് തോന്നുന്നത് രശ്മിയുടെ ക്യാരക്ടർ ബെസ്റ്റ് പെർഫോമൻസ് മൂവിയാണെന്ന് പറയാം. കാരണം എനിക്ക് രശ്മിയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 3 മൂവീസ് എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് കിറിക് പാർട്ടി ആൻഡ് ഡിയർ കോമഡി ലില്ലി എന്ന ക്യാരക്ടർ, അതുപോലെ ലാസ്റ്റ് 2022 റിലീസ് ചെയ്ത സീതാറാം മൂവി ദുൽഖർ വെച്ച് അതിലെ അഫ്രീൻ എന്ന ക്യാരക്ടർ, വഹിദ എന്ന ക്യാരക്ടർ ഒരു രക്ഷയിലായിരുന്നു. മറ്റുള്ള നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഹീറോയിൻ അല്ലെങ്കിൽ ഹീറോയിൻ്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കുറച്ച് മൂവീസിൽ നമ്മൾ ഇതുണ്ടാവുള്ളൂ. അതിൽ 3 മൂവീസാണിത്. രക്ഷയില്ല. എൻ്റെ സാൻവി എന്നൊരു ക്യാരക്ടർ എസ്പെഷ്യലി നമുക്കൊരു ഇമോഷണലി ഒരുപാട് കണക്ട് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒരു സങ്കടം എന്നൊരു ക്യാരക്ടറാണ് ഫസ്റ്റ് ഹാഫിൽ. നിങ്ങൾ കണ്ടാണെന്ന് വിചാരിക്കുന്ന മൂവി. കാണാത്തവരാണെങ്കിൽ ഈ മൂവി ജിയോ സിനിമാസിൽ അവൈലബിൾ ആണ്. കന്നഡ വേർഷൻ മാത്രമേ ഉള്ളൂ. മലയാളത്തിലേക്ക് ഡബ് വന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഇങ്ങനെ കണ്ട മൂവി തന്നെ കാണാൻ ശ്രമിക്കാം. നൈസായിട്ട് സബ് ടൈറ്റിൽ ഉണ്ടാവും, അതിൽ കിട്ടും. ഇത് മൂവിയാണ്. സ്റ്റോറിയിലേക്ക് വരാം. കർണ ആൻഡ് സാൻവി എന്ന ക്യാരക്ടറെ കാണിച്ചുകൊണ്ടാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ തമ്മിൽ ക്യാമ്പസിന് അതിനായിട്ട് കാണും. അവർ തമ്മിൽ ചെറിയ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആവും. അതിനുശേഷം അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ചെറിയ ക്രഷും കാര്യങ്ങളൊക്കെ തോന്നും. സാൻവിക്കായാലും കർണക്കായാലും. അപ്പോൾ സാൻവി ആണെങ്കിൽ ഒരു പോലീസ് ഓഫീസറുടെ മകളാണ്. അവളൊരു പുസ്തകം എഴുതിക്കൊണ്ട് കാണും. ഒരു സെക്സ് വർക്കറെ കുറിച്ചുള്ള ഒരു സ്ത്രീയെ കുറിച്ചുള്ള ഒരു ബുക്ക് എഴുതിക്കൊണ്ട് കാണും. അപ്പോൾ അവർ നൈറ്റ് ടൈമിന് ഇവർ പോകാറുണ്ട്. ആ സമയത്ത് ഇവർ പോകുമ്പോൾ ഒരു നൈറ്റിൽ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുന്ന ആ സ്ത്രീ അവിടെ എത്തുമ്പോൾ ആ സ്ത്രീ ഓൾറെഡി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഡെലിവറിക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുകയായിരിക്കും. ആ സമയത്ത് ആരും ഹെൽപ്പ് ചെയ്യാനില്ല. ആ സമയത്ത് ഇവർ രണ്ടുപേരും വന്ന് അവരെ ഹെൽപ്പ് ചെയ്യും. ഒരു ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം അവർ പ്രസവിക്കും. ആ സമയത്ത് ആ കുട്ടിക്ക് ഇവിടെ സാൻവി ക്യാരക്ടർ അവളുടെ പേര് കുട്ടിക്ക് ഇടും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് കാരണം ഒരുപാട് വളരെ ഇഷ്ടം തോന്നും. അതിനുശേഷം ഇവർ തമ്മിൽ ഭയങ്കര ഇത് ഡീപ്പായിട്ട് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്നുള്ള അവളെ മരണം അവനാകെ ഡൗൺ ആക്കും. അതിനുശേഷം അവൻ എല്ലാവരും ഭയങ്കര ദേഷ്യത്തിലൊക്കെ ആയിരിക്കും പെരുമാറും. ആക്ച്വലി അതൊരു ഭയങ്കര കൂളായിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഇതിൽ അച്യുത് കുമാർ ചെയ്ത ക്യാരക്ടർ, അതുപോലെ പുള്ളി ഒരു ക്യാരക്ടർ നൈസായിട്ടുണ്ട്. എനിക്ക് പേര് കിട്ടുന്നില്ല ആക്ടേഴ്സ്, അതുകൊണ്ടാണ് ഇതിൽ ഒരുപാട് ക്യാരക്ടർ. എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്ന ക്യാരക്ടർ ഉണ്ട്. എൻ്റെ പ്രിൻസിപ്പൾ എന്ന ക്യാരക്ടർ പുള്ളി ചെയ്ത ക്യാരക്ടർ ഉണ്ട്. അതുപോലെ എൻ്റെ കുറേ മാഷ്മാരുടെ ക്യാരക്ടർ ഒക്കെ നൈസായിട്ടുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇതിൽ എസ്പെഷ്യലി ഇമോഷണൽ സീൻസ് ആയാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഇമോഷണൽസ് ആണ് നൈസായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സാൻവിയുടെ മരണത്തിന് ശേഷം രശ്മിക മരിച്ചതിന് ശേഷം പിന്നെയുള്ള ക്യാരക്ടർ അവൻ പിന്നെ എല്ലാവരും ഭയങ്കര ദേഷ്യത്തിലേക്ക് നടക്കുക. അതിന് പിന്നെ അതിന് ശേഷം കുറേ സീൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ. അതിനുശേഷം പിന്നെ സെക്കൻഡ് ഹാഫ് ശേഷം ആര്യ എന്ന ക്യാരക്ടർ അവൻ്റെ ലൈഫിലേക്ക് വരും, കർണയുടെ ലൈഫിലേക്ക് വരും. പിന്നെ അവർ തമ്മിൽ ചെറിയ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആവും. അതിൽ പിന്നീട് അവന് അപ്പോഴും അവൻ്റെ മനസ്സിലെപ്പോഴും സാൻവി ആയിരിക്കുന്നുണ്ടാവും. അങ്ങനെ അവനെ മാറ്റിയെടുക്കുന്നതൊക്കെയാണ് ആര്യ ചെയ്യുന്ന ക്യാരക്ടർ, സംയുക്ത ചെയ്യുന്ന ക്യാരക്ടർ. നല്ല പെർഫോമൻസ് ആയിരുന്നു. ആക്ച്വലി എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട സീൻസ്, അതിൽ ഒരു ഫൈറ്റ് ഉണ്ട്. ഇതിലെ ഫൈറ്റ് എന്ന് പറയുമ്പോൾ നായകനും വില്ലന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. നായകൻ കൊടുക്കുന്നത് കൂടുതൽ നായകന് കിട്ടുന്നുമുണ്ട്.
നല്ല വലിയുള്ള ഫൈറ്റാണ്. ലക്ഷ്മിയിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട് സെക്കൻഡ് ഹാഫിൽ. ഫൈറ്റിൽ ഇവനിങ്ങനെ രക്ഷിച്ചേട്ടൻ എല്ലാവരും അടിക്കും. ആ സമയത്തുള്ളൊരു സംയുക്ത അടിച്ചത് ആരാന്ന ക്യാരക്ടറിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഒരു രക്ഷയിലിരുന്നു സീൻസൊക്കെ പൊളി കിട്ടുന്ന. ആ സമയത്തുള്ള സ്കോർ അജേഷ് ലോകനാഥ് ചെയ്ത സ്കോറൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എൻ്റെ സിനിമാറ്റോഗ്രാഫി ഒക്കെ കിട്ടുമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മൂവിയാണ്. ഞാൻ മൂവി കറക്റ്റായിട്ട് ഫുള്ളായിട്ട് പറയുന്നില്ല, എൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ മൂവി കാണാൻ ശ്രമിക്കുക. നല്ലൊരു മൂവിയാണ്, ഫീൽ ഗുഡ് മൂവി. ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും ഈ മൂവി ഇഷ്ടമാവും വിചാരിക്കുന്നു. ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സും നല്ല പെർഫോമൻസ് എല്ലാ സംഭവമുള്ളൊരു കന്നഡ മൂവിയാണ്. ഈ മൂവി ഇപ്പോൾ ജിയോ സിനിമാസിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബൈ.